എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിലീപേട്ടനോട് ഒരിക്കൽ പോലും നേരിൽ കാണാൻ സാധിക്കുമോ എന്നറിയില്ല. ചെറുപ്പം മുതൽക്കേ ദിലീപേട്ടനോടും ചേട്ടന്റെ സിനിമയോടും എനിക്ക് ആരാധനയായിരുന്നു. പിന്നീട് എനിക്കത് അടങ്ങാനാവാത്ത പ്രണയമായി മാറി. ചേട്ടന്റെ ഓരോ സിനിമയും ഞാൻ എത്ര വട്ടം കണ്ടെന്ന് എനിക്ക് പോലും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞു തരാൻ കഴിയാത്ത പ്രണയം. നീണ്ട കാത്തിരിപ്പിന് ഞാൻ തയ്യാറാണ് കാലമേ. കാവ്യ വീട്ടില് കൊച്ചിന് അവധിയായിട്ടുണ്ടെന്നല്ലേ പറഞ്ഞ നാട്ടില് ചോദിച്ചാ അടുത്തത് മോളെ മീശ പിരിക്കുന്ന മാധവനായി വന്ന് എന്റെ മനസ്സ് കീഴടക്കിയ സ്വന്തം ദിലീപേട്ടനോട് ഒരുപാട് വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആരാധനയും സ്നേഹവും തുറന്നു പറയാൻ എനിക്ക് ഇന്നാണ് ദൈവം ഒരു അവസരം തന്നത്. സിനിമയിൽ കണ്ട നാൾ തൊട്ട് പ്രേമിക്കാൻ തുടങ്ങിയ ഈ മുഖം കാണാൻ എനിക്ക് 23 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും എന്റെ പല ദിവസങ്ങളും ഏട്ടൻ മറക്കാൻ പറ്റാത്ത ദിവസങ്ങളും നിമിഷങ്ങളും ആക്കി തീർത്തിട്ടുണ്ട്. എന്റെ കുട്ടിക്കാലം ഒരുപാട് രസകരമാക്കിയത് കൊണ്ടും എന്റെ യൗവനത്തിൽ സ്നേഹത്തിന്റെ പനിമഴ പെയ്യിച്ചത് കൊണ്ടും എന്റെ ജീവിതത്തിൽ ഒരുപാട് മനോഹരമായ നിമിഷം സമ്മാനിച്ചത് കൊണ്ടും ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എനിക്കിഷ്ടമാണ് ഒരുപാട്. Now I am going to ask for a date and I will propose and let's close the deal. എന്ന് സ്വന്തം ജീവയായി വന്ന റോസ്മിൻ. എല്ലാം കഴിഞ്ഞിട്ട് സംസാരിക്കാം. എന്റെ ഒരു അവസ്ഥ ആലോചിക്കണേ. ഇതൊക്കെ എനിക്ക് അല്ലാണ്ട് ഞാൻ വായിക്കണ്ടല്ലേ, ഇത് എല്ലാവരും അറിഞ്ഞില്ലേ. പക്ഷെ അതൊരു വലിയ ഭാഗ്യല്ലേ, ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കേൾക്കാൻ പറ്റുക എന്നുള്ളത്. നല്ല ഭാഗ്യമാണ്. ഡിയറസ്റ്റ് ദിലീപേട്ട, ഇതെങ്ങനെ പറയണമെന്ന് ഒരുപാട് കാലമായി ആലോചിക്കുന്നു. വിളിച്ചു പറയാനാണ് ആദ്യം തോന്നിയത്. അപ്പോ മനസ്സിൽ വന്നത്, ഹലോ, ഞാൻ പിന്നെ രാമൻകുട്ടിയാണ്. എന്താ പിന്നെ രാമൻകുട്ടി വിളിച്ചത് എന്ന് തിരിച്ചു ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ സ്റ്റക്കായി പോകും. അതുകൊണ്ടാണ് കത്ത് എഴുതി അറിയിക്കാമെന്ന് വിചാരിച്ചത്. ഇഷ്ടമാണ് ഒരുപാട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പെൺകുട്ടികളുമായുള്ള ഈ രാരവേണു നിർത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ രാമൻകുട്ടി ആരാണെന്ന് കാണിച്ചു തരും. ചുമ്മാ അടിസക്കെ. ലവ് യു വിത്ത് ലവ്. നിങ്ങൾ എങ്ങനെ ഭീഷണി കത്ത കുറച്ച് പൊസസീവാണ് കുട്ടി. അടുത്ത ആള് തുടങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയ ചിരിയായി. എനിക്ക് നല്ല സംശയമുണ്ട് അതിലെന്നാന്ന്. പറ കേക്കട്ടെ. എത്രയും പ്രിയപ്പെട്ട പവിയേട്ടന് എനിക്ക് കൈതച്ചക്ക ഒരുപാട് ഇഷ്ടമാണ്.